ഗാസയിൽ വെടിനിർത്തലിനുള്ള മധ്യസ്ഥ ചർച്ചകളോട് പ്രതികരിക്കാത്ത ഇസ്രായേൽ ഇതിനിടയിലും ആക്രമണം തുടരുകയാണ്. ഗാസ സിറ്റി പിടിച്ചടക്കാൻ ലക്ഷ്യമിടുന്ന ഇസ്രായേൽ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ മറ്റു ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതായത് ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളോട് ഇസ്രായേലിന് താല്പര്യമില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായാണ് മധ്യസ്ഥ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ പോലും ഗാസയിൽ ഇസ്രായേൽ ബോംബിങ്ങും ആക്രമണവും തുടരുന്നത്. ചൊവ്വാഴ്ചയിൽ നടന്ന ആക്രമണത്തിൽ 50-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഒപ്പം ഭാഗികമായ കരാറുകൾക്കോ ഉപാധികൾക്കോ ഇസ്രായേൽ ഒരുക്കമല്ല എന്ന സൂചനയും ഇസ്രായേൽ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഹമാസിന്റെ തടവിലുള്ള 50 ഇസ്രായേലി തടവുകാരെയും ഒരുമിച്ച് മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് എന്ന് ഇസ്രായേലി വക്താവ് ഡേവിഡ് മെൻസർ അന്തർദേശീയ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഒപ്പം 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ വിശ്വസനീയതയിൽ സംശയമുണ്ട് എന്നുകൂടി ഇസ്രായേലി വക്താവ് പറയുന്നത് ഉപാധികൾക്ക് വഴങ്ങാനോ അതുവഴി യുദ്ധം അവസാനിപ്പിച്ച് ഗാസയെ സ്വതന്ത്രമാക്കാനോ അവർ ഒരുക്കമല്ല എന്ന സൂചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഘട്ടം ഘട്ടമായി ബന്ദികളെ മോചിപ്പിക്കുക എന്ന ഖത്തർ ഈജിപ്ത് നിർദ്ദേശം മുൻപ് അമേരിക്കയുമായി ഇസ്രായേൽ അംഗീകരിച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് ഭിന്നമാണ് എന്നും ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന്റെ നീക്കം എന്താണെന്ന് കൂടി ഡേവിഡ് മെൻസറിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗാസയുടെ ഭാവിക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം ഗാസ നിവാസികളെ സുഡാനിലേക്ക് നാടുകടത്തി ഗാസയിൽ സൈനിക അധികാരം സ്ഥാപിക്കുക എന്നതിലേക്കാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖത്തറും ഈജിപ്തും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറുമായി ഇസ്രായേൽ പ്രതികരിക്കാതിരിക്കുന്നതിന്റെ ഉദ്ദേശവും അതുതന്നെയാണ്. ഇസ്രായേലിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരിയും അറിയിച്ചു. 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കുന്ന മുറയ്ക്ക് തന്നെ തടവുകാരെയും ബന്ദികളെയും കൈമാറുകയും ഗാസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് എന്നും അൻസാരി പറയുന്നുണ്ട്. ഒപ്പം അമേരിക്ക മുൻപ് തയ്യാറാക്കിയ കരാറിന് തുല്യമായ കരാറാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. കാരണം മുൻപ് അമേരിക്ക തയ്യാറാക്കിയ 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിലും സമാനമായ ഉപാധികളാണ് ഉണ്ടായിരുന്നത്. ഹമാസ് തടവിലാക്കിയ ജീവനോടുള്ള 10 ഇസ്രായേലി തടവുകാരെയും മരിച്ച 18 തടവുകാരുടെ മൃതശരീരവും വെടിനിർത്തലിന്റെ 1ാമത്തെയും 7ാമത്തെയും ദിവസങ്ങളിലായി കൈമാറാമെന്നായിരുന്നു ധാരണ. ഒപ്പം ഇസ്രായേലിന്റെ തടവിലുള്ള 125 പലസ്തീനിയൻ തടവുകാരെയും 1111 ബന്ദികളെയും ഇസ്രായേലും മോചിപ്പിക്കണമെന്നായിരുന്നു അമേരിക്കൻ വക്താവ് സ്റ്റീവ് വിറ്റ്കോഫിന്റെ ഉപാധി. ഇവിടെ അമേരിക്കൻ കരാറുമായി വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാണ് ഇസ്രായേൽ അറബ് മധ്യസ്ഥതയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 22 മാസത്തെ യുദ്ധത്തിന് ശേഷവും 50 ബന്ദികളിൽ 20 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് ഇസ്രായേൽ അധികൃതർ കരുതുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് പരമാധികാരം സ്ഥാപിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അങ്ങനെയാണ് ഇസ്രായേൽ ഇന്നലെ നടത്തിയ ബോംബാക്രമണത്തെ കാണേണ്ടത്. 50-ലധികം പലസ്തീനികൾ ഇന്നലത്തെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ ഭൂരിഭാഗവും ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ നടന്ന വെടിവയ്പിലാണ് കൊല്ലപ്പെട്ടത്. അതായത് സമാധാന ശ്രമങ്ങൾക്ക് പുല്ലുവില കൊടുത്ത് ഒന്നിനോടും പ്രതികരിക്കാതെ ഏകപക്ഷീയമായി നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗാസയിൽ അധികാരം സ്ഥാപിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ്. ലോകത്താകമാനമുള്ള സംഘർഷങ്ങളിൽ കഴിഞ്ഞ വർഷം മാത്രം കൊല്ലപ്പെട്ട സന്നദ്ധ പ്രവർത്തകരിൽ 180 പേരും ഗാസയിലാണ് എന്ന UN കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് മനുഷ്യത്വത്തിന് നേർക്കുള്ള ഇസ്രായേലിന്റെ ഭീകരമായ ആക്രമണങ്ങളുടെ മുഖമാണ്. അതേസമയം പട്ടിണി മൂലം ഇന്നലെ 3 പലസ്തീനികൾ കൂടി മരിച്ചിട്ടുണ്ട്. ഹമാസ് അംഗീകരിച്ച അറബ് മധ്യസ്ഥത ഇസ്രായേലും അംഗീകരിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഈജിപ്തും ഖത്തറും ഇപ്പോഴുമുള്ളത്. 60 ദിവസത്തെ വെടിനിർത്തലിൽ ഘട്ടം ഘട്ടമായി ബന്ദികളെ മോചിപ്പിക്കാമെന്ന് ഹമാസ് അംഗീകരിച്ചിട്ടുണ്ട്. സമാനമായി ഇസ്രായേലും ബന്ദികളെ മോചിപ്പിക്കുകയും ഗാസയുടെ പരിസരങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും വേണം. എന്നാൽ ദക്ഷിണ പലസ്തീനിലെ മൊറാഗ്, ഫിലാഡൽഫി സൈനിക ഇടനാഴികൾ നിലനിർത്തുമെന്ന് ഇസ്രായേൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇസ്രായേലി മാധ്യമങ്ങളോട് പറഞ്ഞത് ഗാസയിൽ ഇസ്രായേലിന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും ഇസ്രായേൽ മന്ത്രിസഭ നിർദ്ദേശിച്ച മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുമാണ്. ഒപ്പം ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇസ്രായേൽ എന്നും ഒരു ബന്ദികളെ പോലും ഉപേക്ഷിച്ച് പോരില്ല എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് ഇസ്രായേൽ. ഇത്ര വലിയ ഒരു നീക്കം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നടക്കുമ്പോഴും ഇസ്രായേൽ എന്തുകൊണ്ട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കുന്നില്ല എന്നതിന് ഉത്തരം ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കലാണ്. നിലവിൽ ഇസ്രായേലിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് വലത് തീവ്ര വിഭാഗങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങളെ കൂടി തൃപ്തിപ്പെടുത്താതെ പെട്ടെന്നൊരു തീരുമാനം ഇസ്രയേലിന് അസാധ്യമാണ്. കാരണം ഗാസ ആക്രമിച്ച് കീഴടക്കി ഗാസയുടെ പരമാധികാരം പിടിച്ചെടുക്കുക, ഹമാസിനെ നിർവീര്യമാക്കുക, ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രങ്ങൾ ഉന്മൂലനം ചെയ്ത് ഭാവിയിൽ ഹമാസ് ഇസ്രയേലിന് ഭീഷണിയാകില്ല എന്ന് ഉറപ്പാക്കുക, ഈ തീരുമാനങ്ങളാണ് ഇസ്രയേൽ ഭരണകൂടം കഴിഞ്ഞയാഴ്ച കൈക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്ന തീരുമാനം ഇസ്രായേൽ അംഗീകരിച്ചെന്ന് വരില്ല.